Okay, statistical mechanics le moonu distribution system aanullathu. അതായത് Maxwell-Boltzmann distribution system, Bose-Einstein distribution system, then Fermi-Dirac distribution system. So comparison between Maxwell-Boltzmann, Bose-Einstein and Fermi-Dirac. So അതിൽ എങ്ങനെയാണ് Maxwell-Boltzmann എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? അതായത് ക്ലാസിക്കൽ സിസ്റ്റത്തിലാണ്, അതായത് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ അതൊക്കെയാണ് നമ്മൾ Maxwell-Boltzmann ഡിസ്ട്രിബ്യൂഷൻ ലോ അപ്ലൈ ചെയ്യുന്നത്. സോ അതിൻ്റെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്വിഷബിൾ പാർട്ടിക്കിൾ ആയിരിക്കും. ഓരോ പാർട്ടിക്കിളിനെ നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ രീതിയിലാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് Bose-Einstein distribution system, the particle is indistinguishable. സോ ആ പാർട്ടിക്കിളിന് ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. അതേസമയം Maxwell-Boltzmann പാർട്ടിക്കിളിന് ഐഡൻറ്റിറ്റി ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് Fermi-Dirac ഇറ്റ് ഈസ് ഓൾസോ ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ പാർട്ടിക്കിൾ. ഇപ്പോൾ പാർട്ടിക്കിളിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ Maxwell-Boltzmann ഡിസ്റ്റിങ്ക്വിഷബിൾ പാർട്ടിക്കിൾ ആണെങ്കിൽ Bose-Einstein സ്റ്റാറ്റിക്സിൽ ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ പാർട്ടിക്കിൾ ആണ്. എന്നുള്ള പാർട്ടിക്കിളിന് ഒരു ഐഡൻറ്റിറ്റി നമുക്ക് കൊടുക്കുന്നില്ല. സോ അതുപോലെ Fermi-Diracലും ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ പാർട്ടിക്കിളാണ്. Then second one, only particle are taken into consideration. അപ്പോൾ ക്ലാസിക്കൽ സിസ്റ്റമാണ് ഇത് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ Maxwell-Boltzmann പാർട്ടിക്കിളിനാണ് ഇമ്പോർട്ടൻസ്. But in the case of Bose-Einstein statics, quantum states are taken into consideration. അതായത് ക്വാണ്ടം സ്റ്റേറ്റ്സ് ആണ്, ആ സ്റ്റേറ്റ്സിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്, ആ എനർജി ലെവലിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. സോ Bose-Einstein കേസിലെ ക്വാണ്ടം സ്റ്റേറ്റ്സ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. സിമിലർലി ദ Fermi-Dirac അവിടെയും എന്ത് തന്നെയാണ്, ക്വാണ്ടം സ്റ്റേറ്റ്സ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. Okay, then third one, there is no restriction on the number of particles in a given state. ഒരു പെർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ്സിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവണം എന്നുള്ളതിൽ there is no restriction. But in the case of Bose-Einstein distribution, there is no restriction on the number of particles. ഇവിടെയും നമ്പർ ഓഫ് പാർട്ടിക്കിൾ റെസ്ട്രിക്ഷൻ ഇല്ല, കാരണം ബോസോൺസ് ആണ്. ബോസോൺസ് എന്ന് പറയുന്നത് ഇൻറ്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിളാണ്. ദ ഫെർമിയോൺസ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിളാണ്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് Fermi-Dirac distribution, there is a restriction on the number of particles in a given quantum state. ഈ റെസ്ട്രിക്ഷൻ വരുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ നിന്നാണ്. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ എനർജി ലെവലിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺ, ആ ഇലക്ട്രോണിൻ്റെ നമ്പർ, ആ നമ്പർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ റെസ്ട്രിക്ഷനാണ് ഇവിടെ ഉള്ളത്. ദർ ഇസ് റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻ എ ഗിവൺ ക്വാണ്ടം സ്റ്റേറ്റ്. ഓക്കെ, സോ ഫോർത്ത് വൺ, ദ വോളിയം ഓഫ് ദ സ്റ്റേറ്റ് ഇൻ 6 dimensional സ്പേസ് ഈസ് നോട്ട് നോൺ. അപ്പോൾ ഇവിടുത്തെ വോളിയം നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല, കാരണം 6 dimensional വോളിയാണ് ഉള്ളത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് Bose-Einstein distribution system and Fermi-Dirac distribution system, the minimum space is known as phase space. ആ മിനിമം സ്പേസിൻ്റെ വോളിയം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, കാരണം അവിടെ Px Py, അതായത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കറിയാം Δx into Δ Px equal to or greater than h cross by 2. സോ Δx into Δ Px approximately equal to h എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ Δx into Δ Px into Δy into Δ Py Δz into Δ Bz, that is equal to h into h into h, that is h cube. This is the volume of a space phase. അപ്പൊ ഇവിടെ Bose-Einstein കേസിലെ വോളിയം ഒരു യൂണിറ്റ് വോളിയം നമുക്കറിയാം, that is equal to h cube. h is the Planck's constant. Similarly, in the case of Fermi-Dirac distribution, the minimum volume occupied by the particle is known as phase space, that volume of phase space equal to h cube. Okay, so ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. Maxwell-Boltzmann പാർട്ടിക്കിൾ ഡിസ്റ്റിങ്ക്വിഷബിൾ ആയിരിക്കും, പാർട്ടിക്കിൾ ഐഡന്റിറ്റി ഉണ്ട്. Then Bose-Einstein the particles are indistinguishable. Similarly, Fermi-Dirac the particles are indistinguishable. In the case of Maxwell-Boltzmann, only particle are taken into consideration. Particle are important, but in the case of Bose-Einstein, the quantum states are
taken into consideration. Similarly, the Fermi-Dirac, the quantum states are important. Okay. Then next one, there is no restriction on the number of particles in a given state. അതായത് പെർട്ടിക്കുലർ സ്റ്റേറ്റിലെ നമ്പർ പാർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ ഇല്ല. സിമിലർലി ബോസ്-ഐൻസ്റ്റീനിലും റെസ്ട്രിക്ഷൻ ഇല്ല. കാരണം ബോസ്-ഐൻസ്റ്റീനിലെ ബോസോൺസ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു എനർജിയിൽ എത്ര ബോസോൺസിന് വേണ്ടി നിൽക്കാൻ വേണ്ടി പറ്റും. സോ ലോ ടെമ്പറേച്ചർ കേസിൽ ഹയർ എനർജി എന്നുള്ള ആറ്റംസ് ഒക്കെ തന്നെ ലോവർ എനർജിയിൽ വന്ന് നിൽക്കുകയും അങ്ങനെ ലോവർ എനർജിയിൽ മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ദാറ്റ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. Okay, that is the one of the states of matter. In the Fermi-Dirac, there is a restriction on the number of particles. This is the influence of Pauli's exclusion principle. It is also a consequence of Pauli's exclusion principle. Then fourth one, volume. Six-dimensional volume is not known, but here Maxwell-Boltzmann and Bose-Einstein and Fermi-Dirac, the volume, minimum volume is h cube. Okay, next difference, number of distinguishable ways. W equal to pi I to n, I1 to n, gi raised to ni divided by ni factorial. ഇവിടെ gi എന്ന് പറയുന്നത് നമ്പർ ഓഫ് കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എനർജി ലെവൽ, ദാറ്റ് ഈസ് നോൺ ആസ് gi. ni എന്ന് പറയുന്നത് ആ എനർജി ലെവലിൽ ഒക്യുപ്പൈ ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, ദെൻ ക്യാപിറ്റൽ N ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടാകും. ആ പാർട്ടിക്കിൾ ഓരോ എനർജി ലെവലിൽ ഒക്യുപ്പൈ ചെയ്യുന്ന പാർട്ടിക്കിളിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാവും. അതുപോലെ നമ്പർ ഓഫ് എനർജി ലെവൽസ് ഉണ്ടാവും, അതാണ് gi. ഓക്കെ, ni the number of particles in occupy in particular energy level, then capital N is the total number of particles. Similarly, the number of distinguishable ways, അതായത് ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷനിലെ അവിടെ വരുന്നത് ഏതൊക്കെ ഡിസ്റ്റിങ്വിഷബിൾ വേയിൽ നമുക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് സമ്മേഷൻ ദിസ് സൈൻ എന്ന് പറയുന്നത്, പൈ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സമ്മേഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതേസമയം സമ്മേഷൻ എന്നുള്ള സിഗ്മ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ പ്രോബബിലിറ്റിയുടെ പ്രൊഡക്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ni പ്ലസ് gi മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ni ഫാക്ടോറിയൽ ഇൻറ്റു gi മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ ഒരു 1 എന്നുള്ള ഒരു ടേം കൂടി ഇവിടെ വരുന്നു. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക, കാരണം ഇത് ക്വാണ്ടം സ്റ്റേറ്റിലേക്ക് വന്നു. അപ്പോൾ w ഈക്വൽ ടു പൈ I1 to n. Okay, ni number of particle in a particular energy level, then gi the number of energy level. Okay, ni plus gi minus 1 factorial divided by ni factorial into gi minus 1 factorial. In the case of Fermi-Dirac, number of distinguishable ways, w equal to pi I equal to 1 to n. Okay, gi factorial divided by ni factorial into gi minus ni factorial. ഓക്കെ, സോ ഇതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെയൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. സോ ഈ ഒരു വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, സോ കാരണം ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ഡെറിവേഷൻ സിലബസിൽ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഡിഫറൻസ് മാത്രമേ പറയുന്നുള്ളൂ. ക്വാളിറ്റേറ്റീവ് സ്റ്റഡി എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ സിക്സ്ത് വൺ, ദ മാക്സിമം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by e raised to alpha plus beta e. Okay, this is a constant, ഒരു പെർട്ടിക്കുലർ വാല്യൂ ആൽഫ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ദെൻ ബീറ്റ എന്ന് പറയുന്നത് 1 by kt നെയാണ് ബീറ്റ എന്ന് പറയുന്നത്. വേർ k is the Boltzmann constant, t is the temperature. Okay, so Maxwell-Boltzmann കേസിൽ maximum probability distribution is directly proportional 1 by e. This is exponential raised to alpha plus beta ei, where e is the energy, beta is equal to 1 by kt. K is the Boltzmann constant, alpha is another constant. അതായത് particular ഓരോ സിസ്റ്റത്തിന്റെ കോൺസ്റ്റന്റ് കെമിക്കൽ it depends the concentration of the particle. Okay, similarly the Bose-Einstein distribution, maximum probability distribution is directly proportional 1 by e raised to alpha plus beta ei minus 1.
So ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന -1 ആണ്. ഓക്കെ, ദെൻ ഫെർമി ഡിറാക് വരുമ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ, പക്ഷെ ഇവിടെ -1 പകരം +1, ദാറ്റ് ഈസ് 1/e⁴ plus beta ei plus 1. Okay, so this is the maximum probability distribution function. അതിന്റെ proportionality ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Then seventh one, Maxwell-Boltzmann apply ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസിന്റെ കേസിലാണ്, ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ കേസിലാണ്. അതേസമയം ബോസ്-ഐൻസ്റ്റീൻ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്ന ബോസോൺസ് അതുപോലെ ഫോട്ടോൺസ്. Okay, then Fermi Diracs and fermions, example electrons, അതായത് ഹാഫ് ഇൻറ്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾ. Okay, so these are the comparison between Maxwell-Boltzmann അതുപോലെ തന്നെ Bose-Einstein and Fermi-Dirac distribution system. Okay, so particle distribute ചെയ്യുന്നതിന്റെ ക്ലാസിക്കൽ സിസ്റ്റവും അതുപോലെ ക്വാണ്ടം സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. So next one, entropy and probability. This is a very famous equation introduced by Boltzmann in 1896. Boltzmann introduced the relation between entropy and probability. So equilibrium means maximum probability. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അവിടെ മാക്സിമം പ്രോബബിലിറ്റി ആയിരിക്കും. പ്രോബബിലിറ്റി ഈസ് മാക്സിമം. Probability is maximum. Okay. In thermodynamics point of view, equilibrium means entropy is maximum. Entropy is maximum. Maxwell എന്ത് ആലോചിച്ചു, അല്ലെങ്കിൽ സോറി ബോൾട്സ്മാൻ ഇവിടെ ഇത് രണ്ടും കോറിലേറ്റ് ചെയ്തു. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പ്രോബബിലിറ്റി മാക്സിമം ആയിരിക്കും, അതുപോലെ എൻട്രോപ്പി മാക്സിമം ആയിരിക്കും. സോ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ ഇദ്ദേഹം ഡിറൈവ് ചെയ്തു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. We know that the beta എന്ന് പറയുന്ന ഒരു ടേം ആണ്, അത് പ്രോബബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ്. സോ ബീറ്റ ഈക്വൽ ടു ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ഇ ഓഫ് ലോഗ് ഡബ്ല്യു. ഡബ്ല്യു ഇസ് ദ പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി എന്നുള്ള ഡബ്ല്യു എടുക്കുന്നു, ലോഗ് ദിസ് ഈസ് നാച്ചുറൽ ലോഗ്. സോ ആ പ്രോബബിലിറ്റിയെ എനർജി വെച്ച് ഡിഫറൻസിയേഷൻ ചെയ്യുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റിയാണ് ബീറ്റ. ഓക്കെ, ദെൻ വി നോ ദാറ്റ്, സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. Then we know that ds equal to dq by t. ഇത് നമുക്കറിയാം, കാരണം എൻട്രോപ്പി ds equal dq by t. അതിന് ഞാൻ dq എന്നുള്ള de എന്ന് കൊടുക്കുന്നു, എനർജി എന്നുള്ള അർത്ഥത്തിൽ. q എന്നുള്ളത് e എന്ന് de by t എന്ന് കൊടുക്കും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, then we know that beta equal to 1 by kt. ബീറ്റയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ, ദാറ്റ് ഈസ് ബീറ്റ ഈക്വൽ 1 by kt, where k is the Boltzmann constant. This is equation number 3. Then 1 by t equal to എന്തായിരിക്കും, that is beta into k. It's equation number 4. 1 by t equal to beta into k. Okay, then ഇവിടെ നിന്ന് equation 2 നോക്കുക. ഇക്വേഷൻ 2-ല് 1 by t എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇക്വേഷൻ 2 ds എന്ന് പറഞ്ഞാൽ de by t ആണ് അല്ലേ? അപ്പൊ 1 by t equal to ds by de. That is equation number 5. Okay, അപ്പൊ ഈ 1 by t എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു കെ ആണ് അല്ലേ? അപ്പം എന്ത് എഴുതാം? 1 by t equal to that is ds by de, that is also equal to beta into k. That is equation number 6. And beta ki value substitute. Equation 1 substituted in 6. 1 substituted in 6. That is
ds by de equal to k പുറത്ത് k into beta into k or k into beta into ഇതാണ് dou by dou e into log w. Okay, that is equation number 7. So equation 7 integrate ചെയ്യാം. Integrate ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടും s equal to k log omega. K log w or k log omega. This is famous equation, equation number 8. This is the relation between entropy and probability. So entropy is a extensive quantity, that is additive quantity. എന്നാൽ അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ക്വാണ്ടിറ്റിക്ക് മാറ്റമുണ്ട്. ദാറ്റ് ഈസ് അഡിറ്റീവ് ക്വാണ്ടിറ്റി, എക്സ്റ്റെൻസീവ്. നമുക്കറിയാം ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റി, എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി. സോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓർ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് നോൺ ആസ് ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റി. ബട്ട് എൻട്രോപ്പി ഈസ് എൻ എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി, the quantity which depends the size or mass of the particle. അപ്പം ഈ എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി ആയി എൻട്രോപ്പി, ദാറ്റ് ഈസ് മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. ദെൻ ദിസ് ഈസ് മൈക്രോസ്കോപ്പിക് പ്രോബബിലിറ്റി, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് മോളിക്യൂൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ പ്രോബബിലിറ്റി നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് of this equation, s equal to k log omega, where k is known as Boltzmann constant. Okay, or w, omega or w, this is a probability function, s is entropy. Okay, ബോൾട്സ്മാൻ ആണ് ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. സോ അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിലെ ഈ ഒരു ഇക്വേഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഈ ഇക്വേഷൻ ഉണ്ട്. സോ ദിസ് ഇക്വേഷൻ ഈസ് ചേഞ്ച് ദ എൻറ്റയർ വേൾഡ്. അത്രമാത്രം കോൺട്രിബ്യൂഷൻ ഈ ഇക്വേഷൻ നമ്മുടെ വേൾഡിലെ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ എസ് ഈക്വൽ ടു കെ ലോഗ് omega or k log w. This is the relation between entropy and probability. So repeat here. We know that the equilibrium means the maximum probability. In thermodynamic view, equilibrium means the maximum entropy. That means in the equilibrium state, a system are in maximum probability and maximum entropy. സോ ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്നു. സോ 1896 ബോൾട്സ്മാൻ ആണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്. സോ ആ ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ വി നോ ദാറ്റ് ബീറ്റ എന്ന് പറയുന്നൊരു ടേം, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ഇ ഓഫ് ലോഗ് ഡബ്ല്യു. അതായത് പ്രോബബിലിറ്റിയെ എനർജി വെച്ച് ഡിഫറൻസിയേഷൻ ചെയ്യുന്നു. ആ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. Then we know that ds equal dq by t. Here dq is energy, that is d by t, that is equation number 2. Then we have beta equal 1 by kt, where k is the Boltzmann constant, is the temperature in Kelvin scale, that is equation number 3. Then beta into k equal to 1 by t, that is equation number 4. Then equation 2 will നമുക്ക് എന്തെടുക്കാം, 1 by t equal to ds by de, that is equation number 5. So 1 by t equal to ds by de, that is equal to beta into k, that is equation number 6. So equation 1 substituted in 6. Okay, this is 1. So beta യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is ds by de equal to k into dou by dou e into log w. That is equation number 7. Integrating equation 7, then we get s equal to k log omega or k log w. This is the relation between entropy and probability. So the relation between macroscopic and microscopic quantity.